ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നാണ് കുസാറ്റ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ കുസാറ്റിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കാറ്റ് എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബിടെക്കിലേക്ക് അഥവാ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20 കൊച്ചിൻ യൂണിവേഴ്സിറ്റി അണ്ടറിൽ 2 ക്യാമ്പസുകളാണ് വരുന്നത്. തൃക്കാക്കര ക്യാമ്പസ് അഥവാ മെയിൻ ക്യാമ്പസും കുട്ടനാട് ക്യാമ്പസും. ഈ 2 ക്യാമ്പസുകളും 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീറ്റുകളുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് സീറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ കോട്ട സീറ്റും ഉണ്ട്. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലാണ് ഫീസ് കൂടുതൽ. ഫീസ് കൂടുതലുള്ള സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ട. സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഫീസ് കുറവാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ക്യാമ്പസുകളും, അതായത് തൃക്കാക്കര ക്യാമ്പസിലും കുട്ടനാട് ക്യാമ്പസിലും രണ്ടിലും ഇല്ലാത്ത അല്ലെങ്കിൽ ചിലതിൽ ഒരു സ്ഥലത്ത് മാത്രമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ പ്രോസ്പെക്ടസും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. കാൻഡിഡേറ്റ് ലോഗിൻ പോർട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. ഇനി കഴിഞ്ഞ വർഷങ്ങളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് റാങ്കിൽ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. അതിൽ 2024 ഏതെങ്കിലും ഒരു പ്രോഗ്രാം, കാരണം കുസാറ്റിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ബിടെക് ഉണ്ട്, ലാറ്ററൽ എൻട്രി ഉണ്ട്, MBA ഉണ്ട്, അതേപോലെ തന്നെ BVOC, ഇൻ്റഗ്രേറ്റഡ് MSc ഒക്കെ ഉണ്ട്. നമ്മൾ ബിടെക്കിൻ്റെത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിന് പകരം ഓൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അവിടെയുള്ള എല്ലാ കോഴ്സുകളും കഴിഞ്ഞ വർഷം വന്ന ഓരോന്നിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കിട്ടും. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ഓക്കെ. സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റേറ്റ് മെറിറ്റ് അത് തൃക്കാക്കര ക്യാമ്പസ് ആണ്, ഓൾ ഇന്ത്യ മെറിറ്റ് തൃക്കാക്കര ക്യാമ്പസ്, സ്റ്റേറ്റ് മെറിറ്റ് കുട്ടനാട് ക്യാമ്പസ്, ഓൾ ഇന്ത്യ മെറിറ്റ് കുട്ടനാട് ക്യാമ്പസ്. അതിൻ്റെയൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അവിടെയുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിൾ ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ബേസിക്കലി ഇലക്ട്രോണിക്സിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ്. നൗ ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ IT ഉണ്ട്, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബിടെക് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് കുസാറ്റിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ നമ്മൾ കാണാത്ത ഒരു കോഴ്സാണ്. ബട്ട് അത്ര വലിയൊരു ഡിമാൻഡിങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതിന് താഴെ വരുന്ന ഈ 2 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ബിടെക് ഡിപ്ലോമ കോഴ്സ് അല്ല, ബിടെക് ആണ്. വളരെയധികം ഡിമാൻഡുള്ള കോഴ്സാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനേക്കാളും സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. 100% പ്ലേസ്മെന്റോട് കൂടി കുസാറ്റിലെ തന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. അതിനേക്കാളും അതായത് ആക്ച്വലി കുസാറ്റിലെ കമ്പ്യൂട്ടർ സയൻസിനേക്കാളും കൂടുതൽ ഡിമാൻഡ് വരുന്ന ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നേവൽ ആർക്കിടെക്ചർ. കുസാറ്റിലെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒന്ന് നേവൽ ആർക്കിടെക്ചർ, മറ്റൊന്ന് സേഫ്റ്റി ആൻഡ് ഫയർ, പിന്നെ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ സയൻസ്, EC, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരിക. അപ്പോൾ അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കുസാറ്റിന്റെ പേജിൽ തന്നെ ഇവിടെ ലാസ്റ്റ് റാങ്കുകളെടുത്ത് ഈ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്കാണ് വരിക. അവിടെ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമോ, നമ്മുടെ റാങ്ക്, അതേപോലെ തന്നെ ഓരോ കാറ്റഗറി, ലൈക്ക് മുസ്ലിം കാറ്റഗറി ആണോ അതല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ഹിന്ദു ആണോ, ഓരോന്നിൻ്റെയും കാറ്റഗറി വൈസ് ആയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസ്പെക്ടസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആ പ്രോസ്പെക്ടസിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് കുസാറ്റ് ഓഫർ ചെയ്യുന്നത്. കുസാറ്റ് ഓഫർ ചെയ്യുന്ന കോഴ്സസ് സിവിൽ എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറികളുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ് തൃക്കാക്കര ക്യാമ്പസ്, സ്റ്റേറ്റ് മെറിറ്റ് കുട്ടനാട് ക്യാമ്പസ്, ഓൾ ഇന്ത്യ തൃക്കാക്കര, ഓൾ ഇന്ത്യ കുട്ടനാട്. NRI സീറ്റുകൾ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, NRI സീറ്റുകൾ ഇല്ലാത്തതുണ്ട്. NRI സീറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ 6 കാണും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതിലും ഈ പറയുന്ന 2 ക്യാമ്പസിലുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2 ക്യാമ്പസിലുണ്ട്, NRI സീറ്റുകളുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 2 ക്യാമ്പസിലുണ്ട്, NRI സീറ്റുകളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ തൃക്കാക്കര ക്യാമ്പസ് മാത്രമേ ഉള്ളൂ, അഥവാ കുട്ടനാട് ക്യാമ്പസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ല. IT 2 ക്യാമ്പസിലുണ്ട്. സേഫ്റ്റി ആൻഡ് ഫയറും തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. ഇൻസ്ട്രുമെന്റേഷൻ NRI സീറ്റുകളുണ്ട്. ഓൾ ഇന്ത്യ കോട്ട ഓൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അതും തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. പോളിമർ സയൻസ് അതിന് NRI സീറ്റുകളില്ല, തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. നേവൽ ആർക്കിടെക്ചർ തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ, NRI സീറ്റുകളുണ്ട്, ഓൾ ഇന്ത്യ സീറ്റുകളില്ല. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൽ ഓൾ ഇന്ത്യ സീറ്റിനാണ് ഫീസ് കൂടുതൽ, സ്റ്റേറ്റ് മെറിറ്റിനാണ് ഫീസ് കുറവ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഫീസ് നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് നോക്കിയിട്ട് അതിന്റെ ആദ്യം സ്റ്റേറ്റ് മെറിറ്റും ദെൻ ഓൾ ഇന്ത്യ കോട്ടയും കൊടുക്കുക. ഇനി അതല്ല ഫീസ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് സ്റ്റേറ്റ് മെറിറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ കുസാറ്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ ഈസിയാണ്. കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരും. ദാറ്റ്സ് ഇറ്റ്.
കുസാറ്റിൽ നേവൽ ആർക്കിടെക്ചർ, ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, EC ഇതൊക്കെയാണ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആദ്യം പ്രിഫറൻസ് ഓർഡർ കൃത്യമായിട്ട് കൊടുക്കുക. ക്യാമ്പസ് കുട്ടനാട് ക്യാമ്പസും സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്, ഒരു 15 വർഷത്തോളമൊക്കെ ആയി. സോ ഇറ്റ്സ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്, ആദ്യത്തെ പോലെ അല്ല. സോ അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് കുട്ടനാട് ക്യാമ്പസ്. ക്യാമ്പസ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതായതുകൊണ്ട് ക്യാമ്പസ് കുട്ടനാടാണ് എന്നുള്ളത് വലിയൊരു പ്രശ്നമുള്ള കാര്യമില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.